വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളി പ്രേക്ഷകർക്ക് സാന്ദ്ര തോമസ് എന്ന താരത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്ക്രീനിന് അകത്തും പുറത്തും സജീവ സാന്നിധ്യമാണ് സാന്ദ്ര. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത നിർമ്മാണം എന്ന മേഖലയിൽ തന്റേതായൊരു ഇടം നേടിയെടുക്കാൻ സാന്ദ്രയ്ക്ക് കഴിഞ്ഞു. തുടക്കത്തിൽ സാന്ദ്രയും വിജയ് ബാബുവും ചേർന്നായിരുന്നു ഫ്രൈഡേ ഫിലിം ഹൗസ് ആരംഭിക്കുന്നത്. എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു. ഇതോടെ സാന്ദ്ര നിർമ്മാണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സാന്ദ്ര നിർമ്മാണത്തിലേക്ക് തന്നെ തിരിച്ചെത്തി. ഷൈൻ നിഗം, മഹിമ നമ്പ്യാർ താരജോഡികൾ ഒന്നിച്ച ലിറ്റിൽ ഹാർട്ട്സ് അടക്കമുള്ള സിനിമകൾ സാന്ദ്ര നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. നിർമ്മാതാവ് ആയിരുന്നില്ലെങ്കിൽ താനൊരു വീട്ടമ്മ ആയേനെ എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. താനും കാവ്യയും ഒരേ ചിന്താഗതിയുള്ളവരായിരുന്നു എന്നാണ് താരം പറയുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ വീട്ടമ്മയായി ഇരിക്കുകയായിരിക്കും ഇപ്പോൾ. അന്ന് അതായിരുന്നു ഇഷ്ടം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാവ്യയുടെ ചില സാധനങ്ങളൊക്കെ എനിക്കുമുണ്ട്. കാവ്യയ്ക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞുങ്ങളെയും നോക്കി ഇരിക്കാനാണ് എന്നും സാന്ദ്ര പറയുന്നു. പല കുട്ടികളോടും എന്താകണം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റ് എന്നൊക്കെയാകും പറയുക. എനിക്ക് ആ സമയത്ത് പക്ഷേ കാവ്യയെ പോലെ തന്നെയായിരുന്നു. എവിടെയും കല്യാണം കഴിച്ചു പോയി സുഖമായി ജീവിക്കണം എന്നായിരുന്നു എനിക്ക്. അതായിരിക്കാം ഇപ്പോഴും ഞാൻ കുടുംബജീവിതം നന്നായി കൊണ്ടുപോകുന്നതിന്റെ കാരണം. എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം അതാണ്. ബാക്കിയൊക്കെ രണ്ടാമതാണെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. മാത്രമല്ല, പോപ്പുലാരിറ്റി അധികം ആഗ്രഹിക്കാത്തയാളാണ് താനെന്നും സാന്ദ്ര പറയുന്നു. ആമേനും ആടൊക്കെ ചെയ്ത സമയത്ത് എവിടെ ചെന്നാലും സെൽഫിക്കായി ആളുകൾ വരും. ഓവർ എക്സ്പോഷർ എനിക്ക് വേണ്ട. ചെറിയ രീതിയിൽ റെക്കഗ്നേഷൻ കിട്ടുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം വേണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു പവർ പൊസിഷനിലാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഏത് സെറ്റിലും ചെന്നാലും പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അഭിനേതാവിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ചൊക്കെ അറിയാം എന്നും സാന്ദ്ര പറഞ്ഞിരുന്നു. അതേസമയം ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത്. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് താരം. ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം. എന്നാൽ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് കാവ്യ അടുത്തിടെ പറഞ്ഞത്.